പ്രാഗി ക്യാൻസർ വരുത്തുന്ന ആളാണ് കുട്ടികൾ ജയചന്ദ്രന്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട്. അപ്പോ അങ്ങനെ ഒരു വാർത്ത ആദ്യം കണ്ടപ്പോ എന്തായിരുന്നു തോന്നിയത്? ചേട്ടൻ പോസ്റ്റ് ഇട്ടത് ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടും ഇല്ല, ഇൻസ്റ്റാഗ്രാം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ് ചേട്ടൻ ഇങ്ങനെ മോശമായിട്ട് പറയുന്നുണ്ടല്ലോ, കുറെ സ്ത്രീകളാണ് എന്താ ഒന്നും പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഫോൺ വാങ്ങി നോക്കിയപ്പം ഒരു ലേഡി ട്രിവാൻഡ്രത്ത് എങ്ങാണ്ടുള്ളതാ വളരെ മോശമായിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അവർക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു. നിങ്ങൾക്ക് ആ ന്യൂസ് മനസ്സിലായിട്ടില്ലെങ്കിൽ, അവർക്ക് അതാണോ ഫീൽ ചെയ്തത് എനിക്കറിയില്ല, മനസ്സിലായിട്ടില്ലെങ്കിൽ 10 പ്രാവശ്യം വായിക്കാം, അല്ലെങ്കിൽ മനസ്സിലായ ആരുടെങ്കിലും ചോദിക്കും. അല്ലാതെ ഇങ്ങനെ തെറി പറയേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ ഒരാൾ ഏത് സിറ്റുവേഷനിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാതെ അയാളുടെ മനസ്സ് വേദനിപ്പിച്ചാൽ നിങ്ങൾ വല്ല ക്യാൻസറും വന്ന് ചാവുകയുള്ളൂ എന്ന് പറഞ്ഞു. ചാവാൻ നിൽക്കണ്ട, എന്തിനാ വെറുതെ പ്രാക്ക് വാങ്ങി വെക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ വോയിസ് അയച്ചു. അതായത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ടേ പറയുന്നതാ, എന്തെങ്കിലും ഒരാൾ ഉപദ്രവിച്ച് കഴിഞ്ഞ് എനിക്ക് പറയാം വല്ല പാണ്ടിലോറി കയറി ചാവാൻ നിൽക്കണം ഒരിക്കലും അങ്ങനെ പറയുന്നതാ. അത് അവർക്കത് വരണം എന്ന് വെച്ചിട്ട് പറഞ്ഞതുമല്ല. അപ്പൊ എനിക്കത് ഫീൽ ചെയ്തു ചേട്ടന് പറഞ്ഞപ്പോ. അപ്പൊ അത് വെച്ചിട്ട് അവർക്ക് വോയിസ് അയച്ചു. പിറ്റേന്ന് അവർ ആ വോയിസ് ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തു. പിന്നെ അത് ന്യൂസിലൊക്കെ വന്നത്.